ഹായ് ആൾ, വെൽക്കം ടു നീംസ് ക്യൂട്ടി ക്രോഷ്യ. അപ്പോൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മളെങ്ങനെ സ്ലിപ്പ് നോട്ട് ഇടാം, ചെയിൻ എങ്ങനെ ഇടാം, സിംഗിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാം ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതുപോലെ ലൂപ്പ് എടുക്കുക, സ്ലിപ്പ് നോട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം കുറച്ച് ചെയിൻസ് ഇടുക. എത്ര അളവിന് വേണോ അത്രയും ചെയിൻസ് ഇടുക. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് ചെയിൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യുക. 1 2 3 4. അപ്പോൾ 4th ചെയിനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് യാൺ ഓവർ ചെയ്യാം. ഇതുപോലെ യാൺ ഓവർ, എന്നിട്ട് ആ 4th ചെയിനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ലൂപ്പ് ഫുൾ ഓവർ ചെയ്യുക. അപ്പം നമുക്ക് 3 ലൂപ്സ് കിട്ടിയല്ലോ. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യം 2 എണ്ണത്തിലെ കൂടെ പുൾ ചെയ്തെടുക്കാം. ഓക്കെ, ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലെ കൂടെ വലിച്ചെടുക്കാം. ഓക്കെ, ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഒന്നുകൂടെ നോക്കാം. യാൺ ഓവർ, അടുത്ത നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, യാണ് പുള്ള് ചെയ്യുക, ആദ്യത്തെ 2 എണ്ണത്തിലെ കൂടെ എടുക്കുക, ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക, നെക്സ്റ്റ് 2 എണ്ണത്തിലെ കൂടെ എടുക്കുക, യാൺ ഓവർ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, 3 ലൂപ്പായി. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് 2 കൂടെ യാൺ ഓവർ, അടുത്ത 2 കൂടെ. അപ്പോൾ ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇത് സിംഗിൾ ക്രോഷ്യ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടെ സ്റ്റിച്ച് കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും. അതുപോലെ പെട്ടെന്ന് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, കാരണം ഹൈറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സിംഗിൾ ക്രോഷ്യ കുറച്ചുകൂടെ ടൈറ്റ് ആയിരിക്കും സ്റ്റിച്ചസ്, പക്ഷേ ഇതാകുമ്പോൾ കുറച്ചുകൂടെ വേവി ആയിരിക്കും. അതാണ് ഡിഫറൻസ് സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ കുറച്ചുകൂടി ടൈം എടുക്കും. ഡബിൾ ക്രോഷ്യ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വരി ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റോ അങ്ങനെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റോ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം 3 ചെയിൻ ഇടുക. 1 2 3. എന്നിട്ട് മെല്ലെ വർക്ക് ടേൺ ചെയ്യുക. ആ 3 ചെയിൻ ഇട്ടത് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് DC. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക. സെക്കൻഡ് ഹോളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ 3 ലൂപ്പ് കിട്ടി. ആദ്യത്തെ 2 കൂടെ ചെയ്യുക, യാൺ ഓവർ, നെക്സ്റ്റ് 2 കൂടെ. സെയിം മുന്നേ ചെയ്തതുപോലെ, കഴിഞ്ഞ റോള് ചെയ്ത പോലെ ചെയ്തു പോവാം. ഇതാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഓക്കെ, ഡബിൾ ക്രോഷ്യ പഠിച്ചല്ലോ. നെക്സ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോവാം. ഹാഫ് ഡബിൾ ക്രോഷ്യ നോക്കാം. ഇപ്പോൾ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യണം. ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഇപ്പോൾ 3 ലൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് എല്ലാ സ്റ്റിച്ചിലെയും 3 സ്റ്റിച്ചിലേക്ക് കൂടെ ഒന്നിച്ച് വലിച്ചെടുക്കണം. ഡബിൾ ക്രോഷ്യക്ക് നമ്മൾ 2 തവണ ചെയ്തല്ലോ.
അപ്പോൾ അത് വേണ്ട, യാൺ ഓവർ ചെയ്തിട്ട് ഇരിക്കുന്ന 3 സ്റ്റിച്ചിലേക്ക് കൂടിയും വലിച്ചെടുക്കണം. സോ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. പേര് പോലെ തന്നെ നമ്മൾ ഹാഫ് പോർഷനേ ചെയ്യുന്നുള്ളൂ. 3 കൂടി വലിച്ചെടുക്കുക. യാൺ ഓവർ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക, ലൂപ്പ് എടുക്കുക, യാൺ ഓവർ ചെയ്തിട്ട് 3 കൂടി എടുക്കുക. അതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇതുപോലെ കംപ്ലീറ്റ് റോ ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു റോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് റോയിലേക്ക് എങ്ങനെയാണ് പോകാൻ നോക്കാം. ഡബിൾ ക്രോഷ്യക്ക് 3 ചെയിനാണല്ലോ, ഇതിപ്പോൾ 2 ചെയിൻ ഇടണം. 2 ചെയിൻ ഇടുക. ഓക്കെ, ഇനി വർക്ക് ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് ഇവിടെ യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പിൽ കൂടി പുൾ ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ 5th ചെയിനിൽ ഇൻസേർട്ട് ചെയ്യും. 5th ചെയിനിൽ ഇൻസേർട്ട് ചെയ്യണം. 2 തവണ യാൺ ഓവർ ചെയ്യണം. കണ്ടോ, 2 തവണ ചെയ്ത് 5th ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് 2 സ്റ്റിച്ച് 2 ലൂപ്പായിട്ട് ചെയ്തെടുക്കുക. യാൺ ഓവർ 2 കൂടെ പുൾ ചെയ്യുക. 2 തവണ ചുറ്റി നെക്സ്റ്റ് സ്റ്റിച്ചിലിടാം. അത് യാൺ ഓവർ ചെയ്ത് 2, യാൺ ഓവർ ചെയ്ത് 2 സ്റ്റിച്ച് 2 ലൂപ്പ്, പിന്നെ യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിൽ കൂടെ എടുക്കുക. സോ 3 തവണ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. പുള്ള് ചെയ്യുക, 2 കൂടെ പുള്ള് ചെയ്യുക, അടുത്ത 2, അടുത്ത 2. സോ 3 തവണ. ഇങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് റോ ചെയ്തെടുക്കാം. 2 തവണ. അതുപോലെ കംപ്ലീറ്റ് റോ അതുപോലെ തന്നെയാണ് ഡബിൾ ട്രിപ്പിളും ഒക്കെ ചെയ്യുക. എത്ര തവണ ചുറ്റുന്നോ അതിനനുസരിച്ച്. ഇപ്പോൾ ഡബിൾ ട്രിപ്പിൾ ആണെങ്കിൽ നമ്മൾ 3 തവണ ചുറ്റും, എന്നിട്ട് 4 തവണ 2 ലൂപ്പായിട്ട് വലിച്ചെടുക്കും. അതാണ് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ. ഇതിപ്പോൾ നെക്സ്റ്റ് റോ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ 4 ചെയിൻ ഇടണം. ഇത് നമ്മളെ സ്റ്റിച്ചിൻ്റെ ഹൈറ്റ് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇത് ഇൻക്രീസ് ചെയ്യുന്നത്, ചെയിൻസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്. 2 തവണ ചുറ്റി അതുപോലെ 3 തവണ വലിച്ചെടുക്കുക. 2 സ്റ്റിച്ചായിട്ട് 3 തവണ പുൾ ചെയ്യും. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൽ ട്യൂട്ടോറിയലിൽ ഡബിൾ ക്രോഷ്യ പഠിച്ചു, ഹാഫ് ഡബിൾ ക്രോഷ്യ പഠിച്ചു, ട്രിപ്പിൾ ക്രോഷ്യയും പഠിച്ചു. സോ ഇത്രയും അറിഞ്ഞാൽ തന്നെ ക്രോഷ്യൻ്റെ ബേസിക്സ് ആയി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക.
ഇതുവരെയുള്ള സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.